സംസ്ഥാനത്ത് അടുത്ത ആഴ്ച മുതൽ പെൻഷൻ ലഭിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം. ഈ മാസം 17 മുതൽ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയം അനുവദിച്ചു നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 30 വരെ സമയമുള്ളതിനാൽ തന്നെ ഈ മാസങ്ങളിലെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ സംസ്ഥാനത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണവും കുറയുന്നതായിരിക്കും. 17-ാം തീയതി മുതൽ തുടങ്ങിയ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ശേഷം കർശന പരിശോധനയിലൂടെ അനർഹരായവരെ സാമൂഹ്യക്ഷേമ പെൻഷനിൽ നിന്ന് ഒഴിവാക്കാനാണ് ഗവൺമെന്റിന്റെ പ്രധാന നീക്കം. നിലവിലിപ്പോൾ 66.22 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51.87 ലക്ഷം പേരും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന 14.35 ലക്ഷം പേരും ഉൾപ്പെടുത്തിയാണിത്. ഇത്രയധികം പേർക്ക് UDF സർക്കാർ പ്രഖ്യാപിച്ച 3000 രൂപ വീതം പെൻഷൻ നൽകണമെങ്കിൽ മാസം തോറും 1986 കോടി രൂപ വേണം. 2000 രൂപയാണ് മാസം തോറും ഇപ്പോൾ പെൻഷനായി ലഭിക്കുന്നത്. അനർഹരായവരെ ഒഴിവാക്കി വർദ്ധിച്ച പെൻഷന്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. അതുപോലെ തന്നെ പുതിയ അപേക്ഷകർക്ക് അംഗീകാരം നൽകുന്നതിന് മുൻപും പരിശോധന കർശനമാക്കി നടപ്പിലാക്കുന്നതായിരിക്കും. കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കൂടുതലുള്ളവർ, 1 ഏക്കർ കൂടുതൽ ഭൂമിയുള്ളവർ, 1000 cc കൂടുതൽ വാഹനമുള്ളവർ, മറ്റ് പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവർ നിലവിൽ ക്ഷേമ പെൻഷൻ അർഹരല്ല. അതുപോലെ തന്നെ അർഹരായവർ ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാനും മാനദണ്ഡങ്ങളിൽ പരിഷ്കരണം ഉണ്ടായിരിക്കുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.